എൻ്റെ ഭാവി ശനിയാഴ്ച ടോമിയങ്ങളും ബാബി വന്ന് നീ പോയി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ശരിക്കും ഒരു വാള് കുത്തി കയറിയ പോലെ ആയിപ്പോയി. അമ്മയ്ക്ക് നിന്നെ എനിക്ക് കാണില്ല, നിന്റെ ചിരി, നിന്റെ വർത്താനം, നിന്റെ കളിയാക്കി, നിന്റെ ഒന്നും എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. എൻ്റെ കൂട്ട അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മെയ് 1 സാർവദേശീയ തൊഴിലാളി ദിനമായിട്ട് ആചരിക്കുന്നത് പിന്നിലുള്ള കാര്യം എന്തെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വർഷങ്ങളായിട്ട് നീണ്ടു നിന്ന ഐതിഹാസിക പോരാട്ടമായിരുന്നു. അതായത് തൊഴിലിടങ്ങളിൽ തൊഴിലാളികൾ അനുഭവിക്കുന്ന ചൂഷണങ്ങൾക്കെതിരെ നടന്നത്. അതായത് കൂടുതൽ സമയം അവർ വേല ചെയ്യുക, എന്നാൽ കുറഞ്ഞ ശമ്പളം മാത്രം കിട്ടുക, ഇങ്ങനെ അല്ലെങ്കിൽ അവർ പലതരത്തിൽ അവിടെ അനുഭവിക്കുന്ന കുറേയധികം പീഡനങ്ങൾ, മറ്റു കാര്യങ്ങൾ, മാനസികമായിട്ടുള്ള ആയാലും അല്ലാതെയും ഇതിനെതിരെയായിരുന്നു ഈ പറയുന്ന വർഷങ്ങളോളം നീണ്ടു നിന്നിരുന്ന ഒരു പോരാട്ടം. ആ പോരാട്ടത്തിന്റെ അറുതി വരുത്തിയതിന്റെ ഫലമായിട്ടാണ് അവർ മെയ് 1 എന്ന് പറയുന്നത് സാർവദേശീയ തൊഴിലാളി ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. ഈ ഒരു കാര്യം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പം അന്ന സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ മരണത്തെ നമുക്ക് ഇതുമായിട്ട് എങ്ങനെ ചേർത്ത് വയ്ക്കാം? കാരണം ഇപ്പം ഞാൻ കാണിച്ച ഒരു വീഡിയോ എന്ന് പറയുന്നത്, ആ വീഡിയോയിൽ പെറ്റമ്മ ആ മകളെ ഓർത്ത് ഇനി ഒരിക്കലും തൻ്റെ മകളെ ചേർത്ത് പിടിക്കാനോ ആ മുഖമൊന്ന് ഈ പറയുന്ന ഫോട്ടോകളിലല്ലാതെ നേരിട്ട് കാണാൻ കഴിയാത്ത, അല്ലെങ്കിൽ ആ സ്പർശം ഒന്ന് അനുഭവിക്കാൻ കഴിയാതിരിക്കുന്ന ഒരമ്മയുടെ വേവലാതി അറിയണമെങ്കിൽ അതേ തരത്തിൽ ചിന്തിക്കുന്ന മറ്റൊരമ്മയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. അപ്പം നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ പറഞ്ഞ കുറേയധികം വാക്കുകളെ കടമെടുത്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറയുന്നത്. കാരണം ഈ ഒരു വീഡിയോ കണ്ട സമയത്ത്, അല്ലെങ്കിൽ നിർമ്മല സീതാരാമൻ ചെന്നൈയിൽ പറഞ്ഞിട്ടുള്ള, തമിഴ്നാട്ടിൽ പറഞ്ഞിട്ടുള്ള അവിടെ ഒരു ഈ പറയുന്ന അനാച്ഛാദനവുമായി ബന്ധപ്പെട്ട ഒരു പ്രവൃത്തിയിൽ മുഴുകുന്ന സമയത്ത്, അല്ലെങ്കിൽ വന്നതിന്റെ സമയത്ത് അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അന്ന സെബാസ്റ്റ്യൻ മരിച്ചതെന്ന് പറയുന്നത് മാനസിക സമ്മർദ്ദത്തെ തുടർന്നാണ്. അതിഭയങ്കരമായിട്ടുള്ള മാനസിക സമ്മർദ്ദം താങ്ങാനുള്ള കഴിവ് ഇന്നത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്കില്ല. അത് ഉണ്ടാക്കിയെടുക്കേണ്ടുള്ളത് വീട്ടിലുള്ളവരാണ്. അതായത് അച്ഛനും അമ്മയും ചേർന്നിട്ടാണ് അത് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അതിന് വേണ്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന മെഡിറ്റേഷൻ, അല്ലെന്നുണ്ടെങ്കിൽ യോഗ പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈശ്വര ഭക്തി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ചിലവഴിക്കുന്ന സമയത്ത് നമുക്ക് വല്ലാത്ത രീതിക്ക് സ്ട്രെസ് ഒഴിയുകയും നമുക്ക് വല്ലാത്ത രീതിയിൽ വിൽ പവർ കിട്ടുകയും അങ്ങനെ സമ്മർദ്ദത്തെ മാറിട്ട് കിടക്കാനായിട്ട് കഴിയുകയും ചെയ്യും. അതില്ലാതിരുന്നത് കൊണ്ടാണ് അന്ന സെബാസ്റ്റ്യൻ മരിച്ചത്. ഇതിനോട് എത്ര പേർക്ക് യോജിക്കാൻ കഴിയുമെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നതേയില്ല. കാരണം ഈ ഒരു വാചകം എന്തിനെ അനുകൂലിച്ചു കൊണ്ടുള്ളതാണെന്ന് ഈ പറയുന്ന അരിയാഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും. അതായത് കുത്തക മുതലാളികൾക്ക് കൃത്യമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വാചകം തന്നെയാണ് ഈ മുന്നോട്ട് വന്നിരിക്കുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറയുന്ന കോർപ്പറേറ്റ് കമ്പനികൾ തൊഴിലാളികളെ പിഴിഞ്ഞുണ്ടാക്കുന്ന കൊള്ളലാഭത്തിന് കൂട്ടു നിൽക്കരുത് എന്നുള്ളൊരു കാര്യമാണ്. കൃത്യമായിട്ട് തൊഴിൽ നിയമങ്ങൾ പാലിക്കപ്പെടേണ്ടതുണ്ട് തൊഴിലിടങ്ങളിൽ. അതിന് കർശനമായിട്ടുള്ള നിയമ നടപടികൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടതും അനിവാര്യമാണ്. ഒരു കേന്ദ്രമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് മറ്റൊരു മന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി അവിടെ വന്ന് അവരുടെ രക്ഷിതാക്കളെ കണ്ടുകൊണ്ട് ഇത്തരത്തിൽ, അതായത് തൊഴിലിടങ്ങൾ തൊഴിലാളികളെ അമിതമായിട്ട് ചൂഷണം ചെയ്യുന്നതിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഒരു വൈരുദ്ധ്യാത്മകത എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതൊരു പാർട്ടിയുടെ പ്രശ്നമല്ല, അത് രണ്ട് വ്യക്തികളുടെ ചിന്തകളുടെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ കുഞ്ഞിന് ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ ഒരു ചിന്തയിൽ നിന്നുകൊണ്ടാണ് നമുക്ക് മനുഷ്യത്വപരമായിട്ടുള്ള വാചകങ്ങളെ പറയാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ അത് തിരുത്തുക എന്ന് പറയുന്ന അറ്റ്ലീസ്റ്റ് അത്രയും കോമൺ സെൻസെങ്കിലും കാണിക്കാൻ മനുഷ്യൻ തയ്യാറാകണം എന്നുള്ളതാണ്. കാരണം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന മകളെ നഷ്ടപ്പെട്ട ഒരു അച്ഛനും അമ്മയും ഉണ്ടെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഈ അന്ന സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന പെൺകുട്ടി പഠനത്തിൽ ഏറ്റവും കൂടുതൽ മികവ് പുലർത്തിയിരുന്ന ഒരു പെൺകുട്ടിയാണ്. അതിലേക്ക് അപ്പുറത്തേക്ക് ഇവൈ എന്ന് പറയുന്ന അത്രയും വലിയൊരു കമ്പനിയിലേക്ക്, പൂനെയിലേക്ക് വന്നതിന് ശേഷം 4 മാസത്തിനിടയിൽ പലതവണ അവൾക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇത് പറയുന്ന സമയത്ത് പല ആൾക്കാരും വാർത്ത എന്ത്, സംഭവം എന്തെന്ന് പോലും അറിയുന്നതിന് മുന്നേ വന്ന് കമന്റ് ഇടുന്ന കുറച്ചധികം കക്ഷികളുണ്ട്. ഒന്നിനെ കുറിച്ച് അറിയില്ല. ഈ പറയുന്ന കാള പെറ്റു എന്ന് പറയുന്ന സമയത്തെ കയറെടുക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. എന്തിനാണ് ആ പെൺകുട്ടി മരിക്കാൻ തയ്യാറായത്? എന്തിനാണ് അവൾ ആത്മഹത്യ ചെയ്തത്? അതല്ലെന്നുണ്ടെങ്കിൽ അവൾക്ക് ഇത്രയും സ്ട്രെസ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്ന് രാജിവെച്ച് പൊയ്ക്കൂടെ? മനസ്സിലാക്കേണ്ട കാര്യം, ഇന്നത്തെ ജനറേഷൻ യുവതലമുറകൾ എന്തുകൊണ്ട് ഇന്ത്യ വിട്ട് മറ്റ് കൺട്രികളിലേക്ക് ജോലിക്ക് വേണ്ടി ചേക്കേറുന്നു, അവിടെ സ്ഥിരതാമസമാക്കുന്നു എന്നുള്ളതിന്റെ സത്യാവസ്ഥ ഇതിന് പിന്നിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇന്ത്യയിൽ തൊഴിലിടങ്ങളിൽ കിട്ടുന്ന സ്വാതന്ത്ര്യവും ഇവിടെ നടക്കുന്ന ചൂഷണങ്ങളെക്കാളും ഏറ്റവും സ്വാതന്ത്ര്യം മറ്റ് കൺട്രീസിൽ ലഭിക്കുന്നു എന്നുള്ളത് ഏറ്റവും വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. അന്നയെ പോലുള്ള ആ പെൺകുട്ടി ജോലി ചെയ്തത് രാവിലെ 6 മുതൽ രാത്രി 12 മണി വരെയാണ്. ചില ആൾക്കാർ വന്നിരുന്ന് പറയുന്നത് കേട്ടു,
ഷെഡ്യൂൾ ചെയ്യുന്നതിൻ്റെ കുഴപ്പമായിരുന്നു, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുന്നതിൻ്റെ കുഴപ്പമായിരുന്നു. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. ബാങ്കിലായാലും ഈ പറയുന്ന ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് കമ്പനികളിലായാലും ഇവർക്കൊരു ടാർജറ്റ് കൊടുക്കുന്നുണ്ട്. ആ ടാർജറ്റ് നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം എന്ന് പറയുന്നത് ബാങ്ക് മാനേജർ അടക്കം, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ കമ്പനികളുടെ മാനേജർ അടക്കം ഈ തൊഴിലാളികളിൽ വല്ലാത്ത തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. നിങ്ങളിത് ചെയ്ത് തീർത്തേ പറ്റുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് ചെയ്ത് തീർക്കാം, അതല്ലെങ്കിൽ വീട്ടിൽ പോയി ചെയ്ത് തീർക്കാം, പക്ഷേ സമയത്ത് ഇത് കറക്റ്റ് ആക്കിയിരിക്കണം. ഇങ്ങനെയുള്ള ജോലി സമ്മർദ്ദം കൊടുക്കുന്ന സമയത്ത് അതിരൂക്ഷമായിട്ട് അവർ പണിയെടുക്കും. ആ പണിയെടുക്കുന്ന സമയത്ത് അവർക്ക് ഉറങ്ങാനോ നേരെ ഭക്ഷണം കഴിക്കാനോ കഴിയാത്തത് മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്കുണ്ടാകുന്നു. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ കൃത്യമായിട്ട് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. 7,40,000 ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള കമ്പനികൾ അല്ലെങ്കിൽ ഈ വിധത്തിൽ ഈ പറയുന്ന തൊഴിൽ സമ്മർദ്ദം മൂലം മാനസിക ആരോഗ്യമെന്നല്ല, അവരുടെ ആരോഗ്യസ്ഥിതി തന്നെ വഷളായിട്ട് ഈ പറയുന്ന ഹാർട്ട് അറ്റാക്ക് പോലുള്ള കാര്യങ്ങളിലേക്ക് കടന്ന് മരണപ്പെടുന്നുണ്ട്. അപ്പം ഇത് ലോകാരോഗ്യ സംഘടന ചുമ്മാതങ്ങ് വെള്ളിയിലേക്ക് ഇട്ട് വരുന്ന റിപ്പോർട്ടല്ലല്ലോ, അവർ കൃത്യമായി പഠനം നടത്തി വരുന്ന പുറത്തേക്ക് വിടുന്ന റിപ്പോർട്ടുകളാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇതിനു വേണ്ടി കൃത്യമായിട്ട് ഈ പറഞ്ഞ തൊഴിൽ വകുപ്പുമായി ചേർന്നിട്ട് അല്ലെങ്കിൽ അവരോട് ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിന് ഈ പറയുന്ന ഏത് കമ്പനിയിൽ നിന്നാണോ നേരിട്ട് ആ ഒരു കമ്പനിയുടെ അധികൃതർ പോലും പറഞ്ഞിട്ടുണ്ട് ഇനി ആർക്കും ഇത്തരത്തിൽ ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. ഇനി മാനേജറെ ചുമ്മാതെ കെട്ടുമ്പഴക്കവും വിട്ടിട്ടങ്ങ് വിട്ടിട്ടുണ്ട്, എവിടെയെങ്കിലും ടൂറിന് പോയിട്ട് കുറച്ച് ആൾ കഴിഞ്ഞിട്ട് വന്ന് ജോയിൻ ചെയ്തോളൂ. ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് കോർപ്പറേറ്റ് കമ്പനികളിൽ മാത്രം നടക്കുന്ന ഒതുങ്ങുന്ന ഒരു പ്രശ്നമല്ല. ഇത് കൃത്യമായിട്ട് നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ, അതായത് നമ്മുടെ ഡോക്ടേഴ്സ്, നഴ്സസ്മാർ ഇവരും കൃത്യമായിട്ട് അനുഭവിക്കുന്നുണ്ട്, നമ്മൾ കാണുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് കേട്ടൊരു കാര്യമാണ്. അല്ലെങ്കിൽ പോട്ടെ, ഇതിൻ്റെ അപ്പുറത്തേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പശ്ചിമ ബംഗാളിൽ നടന്ന ആ ഒരു പെൺകുട്ടിയുടെ മരണം എന്ന് പറയുന്നത്, ആ ഡോക്ടറുടെ മരണം, കൊലപാതകം എന്ന് പറയുന്നത്, അതിനകത്ത് നമ്മൾ കേട്ടൊരു വാർത്തയാണ്. നീണ്ട 36 മണിക്കൂർ ആ പെൺകുട്ടി കഠിനമായിട്ടുള്ള ജോലിയിലായിരുന്നു. അതിനുശേഷം വിശ്രമിക്കാൻ പോകുന്ന വേളയിലാണ് ആ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടത്. എന്തുകൊണ്ട് ഈ നീണ്ട മണിക്കൂറുകൾ അവർക്ക് ജോലി ചെയ്യേണ്ടപ്പെടുന്നു? അതിനുവേണ്ടി ഇവിടെ ഡോക്ടേഴ്സും നഴ്സുമാരും ഇല്ലേ? ഇവിടെ ഒരു ഷിഫ്റ്റിംഗ് സമ്പ്രദായം കൊണ്ടുവന്നാൽ എന്താണ് പ്രശ്നം? കൃത്യമായിട്ട് നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും മനുഷ്യരുടെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ആ ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി അവർ ജോലി ചെയ്യുന്നു. പക്ഷേ ചാകുന്നതിന് വേണ്ടിയിട്ടല്ലല്ലോ ഒരിക്കലും ജോലി ചെയ്യുന്നതെന്ന് പറയുന്നത്, നല്ല രീതിക്ക് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഈ പറയുന്ന 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, വിനോദം എന്ന് തരംതിരിച്ച് വെച്ചിരിക്കുന്ന സമയത്ത് പോലും ഇത്തരത്തിലുള്ള ഈ പറയുന്ന തൊഴിൽ നിയമങ്ങൾ ശക്തമായിട്ട് നടപടിക്രമങ്ങൾ കൊണ്ടുവരാത്തത് മൂലം തന്നെയാണ് ഇവിടെ ഇത്രേ പാടുള്ളൂ. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ പറയുന്ന കൊന്നു ജോലി എടുപ്പിക്കുന്ന പരിപാടി നമുക്കറിയാവുന്ന കാര്യമാണ്. തൊഴിൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഈ പറയുന്ന ജയിൽ പോലുള്ള കഠിനമായിട്ടുള്ള ജോലികൾ ചെയ്യിപ്പിക്കുന്നത്. ജയിലിൽ എങ്ങനെയാണോ കിടന്ന് പരിപാടി നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ സമ്മർദ്ദം ഉണ്ടാകുന്നത്, അത് തന്നെയാണ് നടക്കുന്നത്. മാനേജർമാരുടെ അമിതമായിട്ടുള്ള ഈ പറയുന്ന അവരുടെ കൂടെ പ്രഷറാണ് ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഇങ്ങനെ പ്രഷർ കൊടുത്ത് അത് എല്ലാവർക്കും താങ്ങാൻ പറ്റില്ല. കാരണം അത് പ്രഷർ താങ്ങുന്നതിൻ്റെ കാര്യമല്ല, അവരുടെ ജോലി ഭാരം കൂട്ടുകയാണ് ചെയ്യുന്നത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ ജോലി ചെയ്ത് അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാനുള്ള വെറും അടിമകളായി കാണുകയാണ് സത്യത്തിൽ ഈ തൊഴിലാളികളെ. അപ്പം എവിടെയാണ് തൊഴിലാളികൾക്ക് നീതി കിട്ടുന്നത്, അല്ലെങ്കിൽ അവർക്ക് സമത്വം കിട്ടുന്നത്, അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ പറയുന്ന എങ്ങും കിട്ടുന്നില്ല. അവരുടെ ഈ പറയുന്ന ആരോഗ്യം തന്നെയാണ് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ തൊഴിൽ നിയമങ്ങളെ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതല്ലാതെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഈ പറയുന്ന സിന്ദാബാദ് വിളിച്ചുകൊണ്ട് അവരെ ഈ പറയുന്ന അവരിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടിന് വേണ്ടി മാത്രം എന്തിനെ സപ്പോർട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് പോവുക തന്നെ ചെയ്യും. അപ്പം അമ്മയ്ക്കും അച്ഛനും മാത്രമേ ആ ഒരു പെൺകുട്ടിയുടെ മരണത്തിൽ ഒരുപക്ഷെ എന്നല്ല, അവർക്ക് മാത്രമേ, അവർക്കുള്ള വേദനയോട് അത്രയും മറ്റൊരു ബന്ധുക്കൾക്ക് പോലും ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ളവരുടെ ആ ഒരു 2 മുഖങ്ങളെങ്കിലും കണക്കിലെടുത്തിട്ട് വേണം ഇത്രയും പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനെന്ന് പറയുന്നത്. ഇവിടെയൊക്കെ തൊഴിലിടങ്ങളിൽ ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്.